കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 42 വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ വിവാദങ്ങളൊന്നും ഉയരാതെയാണ് മമ്മൂട്ടി ഇവിടം വരെ എത്തിയിരിക്കുന്നത്. 70 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും 20 കഴിഞ്ഞവരെക്കാൾ അപ്ഡേറ്റായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി. എന്നാലിപ്പോൾ മമ്മൂട്ടിയെ ചൊല്ലി BJPയുടെ നേതാക്കൾ തമ്മിലടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിൽ മതതീവ്രവാദ ശക്തികൾ പണം മുടക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തലിൽ മമ്മൂട്ടി പ്രതികരിക്കണമെന്ന ആവശ്യത്തെ ചൊല്ലിയാണ് BJP സംസ്ഥാന നേതൃത്വത്തിലെ വൈസ് പ്രസിഡന്റുമാരായ 2 രാധാകൃഷ്ണ നാമധാരികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പുഴു സിനിമയുടെ സംവിധായിക രത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മമ്മൂട്ടി മൗനം വെടിയണമെന്ന ആവശ്യമുന്നയിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ആദ്യം രംഗത്ത് വന്നത്. മമ്മൂട്ടിയെ മതതീവ്ര ആശയങ്ങളും അജണ്ടയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ലെന്ന എതിർവാദമുന്നയിച്ചാണ് മറ്റൊരു വൈസ് പ്രസിഡന്റായ AN രാധാകൃഷ്ണന്റെ കടന്നുവരവ്. മമ്മൂട്ടിയെപ്പോലൊരു മഹാനടനെ ചെളിവാരിയെറിയുവാൻ അവസരമുണ്ടാക്കിയ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനുമാണ് മറുപടി പറയേണ്ടതെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉന്നയിച്ച ആവശ്യത്തെ പരസ്യമായി എതിർക്കുകയാണ് AN രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. പുഴു സിനിമയുടെ സംവിധായിക രത്തീനത്തിന്റെ പങ്കാളി മുഹമ്മദ് ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്തും ഉൾപ്പെട്ടതോടെ CPMന് അഭിപ്രായം പറയാനാകാത്ത സ്ഥിതിയാണ്. ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ കൂടാതെ തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ, PK ബിജു, MB രാജേഷ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തുടങ്ങിയവരുടെ പേരുകളും ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിൽ കടന്നുവരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പാർട്ടി ചാനലിന്റെ ചെയർമാനെ പിന്തുണച്ച് രംഗത്ത് വരാൻ CPM അമാന്തിക്കുന്നതെന്ന് വേണം കരുതാൻ. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം സാമൂഹിക മാധ്യമങ്ങളിലും സിനിമാ രംഗത്തും വലിയ ചർച്ചയായി കഴിഞ്ഞു. മലയാള സിനിമയെ തീവ്ര ആശയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് മോളിവുഡിലെ ധനശക്തിയായി മാറിയിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ ആണെന്ന അനുബന്ധ വിവാദവും ഇതിനൊപ്പം തിരശീല നീക്കി പുറത്തു വന്നിട്ടുണ്ട്. ചർച്ചയുടെ വികാസ പരിണാമങ്ങൾ കണ്ടിട്ട് കുറേ ദിവസം പോകുമെന്നാണ് തോന്നുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ഷേർഷാദിന്റെ പരാമർശങ്ങളാണ് പൊതുവിൽ വിവാദങ്ങളിൽപ്പെടാതെ സൂക്ഷിക്കുന്ന മമ്മൂട്ടിയെയും വിവാദക്കടലിലേക്ക് വലിച്ചിട്ടത്. ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിൽ മമ്മൂട്ടി മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പുമായി കളത്തിലിറങ്ങിയതോടെ സംഭവം രാഷ്ട്രീയ തലത്തിലേക്കുമെത്തി. കുടുംബ തകർച്ച ഉന്നയിച്ച് ഷേർഷാദ് നടത്തിയ വെളിപ്പെടുത്തലിൽ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് മമ്മൂട്ടിക്ക് പ്രതികരിക്കാതിരിക്കാമെങ്കിലും പുഴു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന മതതീവ്രവാദ ആരോപണത്തെപ്പറ്റി മമ്മൂട്ടി മൗനം വെടിയണമെന്നായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണന്റെ ആവശ്യം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കത്തിക്കയറിയ വിവാദത്തിന് പിന്നാലെയാണ് മമ്മൂട്ടി മറുപടി പറയേണ്ടെന്ന നിലപാടുമായി BJP നേതാവായ AN രാധാകൃഷ്ണൻ രംഗപ്രവേശനം ചെയ്തത്. അരനൂറ്റാണ്ട് കാലത്തെ അഭിനയ മികവ് കൊണ്ട് മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നെറുകയിൽ മനോഹരമായ മേൽവിലാസം നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനീയനാണ് മമ്മൂട്ടി. മലയാള സിനിമ അതിന്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തിത്വത്തെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവുമുള്ള മമ്മൂട്ടിയെ സംഘപരിവാർ ശക്തികൾ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ലെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. KC വേണുഗോപാലിന് പിന്നാലെ KPCC പ്രസിഡന്റ് K സുധാകരനും വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. എന്നാൽ മമ്മൂട്ടിയോടൊപ്പം ഷാഫി പറമ്പിലിനെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ കൗശലം നിറഞ്ഞ പ്രതികരണമാണ് സുധാകരൻ നടത്തിയത്. ഷാഫി പറമ്പിലും മമ്മൂട്ടിയും മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് ലോകത്തിനു മുന്നിൽ കേരളത്തെ നാണം കെടുത്തുന്നതാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. വടകരയിൽ മത്സരിച്ചതിന്റെ പേരിൽ ഷാഫിക്കെതിരെ CPM നടത്തുന്ന വർഗീയ പ്രചാരണങ്ങളും സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വർഗീയ പ്രചാരണങ്ങളും ഒരുപോലെ തള്ളിക്കളയേണ്ടതുണ്ട്. CPM മുസ്ലിം വിരുദ്ധത പടർത്തിക്കൊണ്ടിരിക്കുന്ന അതേ കേരളത്തിലേക്ക് തന്നെയാണ് സംഘപരിവാർ ശക്തികൾ മമ്മൂട്ടിക്കെതിരെയുള്ള അനാവശ്യ പ്രചാരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും K സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു.